ചേരുന്നു ജെയ്സൺ ചാമോളപ്പിൽ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ADGP കുടുങ്ങുമോ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. സുനിൽകുമാർ എന്താ പറയുന്നത്? സുനിൽകുമാർ പറയുന്നതനുസരിച്ച് ഈ വാർത്ത ശരിയാണെങ്കിൽ ഗൗരവമേറിയ വാർത്തയാണ്. പക്ഷേ അതിനുമപ്പുറം രാഷ്ട്രീയ പ്രതികരണം നടത്താൻ സുനിൽകുമാർ തയ്യാറായിട്ടില്ല. റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നതാണ്. RSS ആണ് ഒരു ഭാഗത്തുള്ളത്, മറുഭാഗത്ത് ആരാണെന്ന് അറിയണം എന്നാണ് സുനിൽകുമാർ പറയുന്നത്. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും നമ്മൾ കേട്ടു. CPIക്ക് ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട്, വലിയ അതൃപ്തിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ജെയ്സൺ, സുനിൽകുമാറുമായി സംസാരിച്ചപ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? നേരത്തെ ശ്രീജിത്തും അതുപോലെ തന്നെ ബിനോയ് വിശ്വവും പ്രതികരിച്ചതിൻ്റെ ഒരു മയപ്പെടുത്തിയ വേർഷനാണ് VS സുനിൽകുമാർ പറഞ്ഞതെങ്കിൽ പോലും കടുത്ത പ്രതിഷേധവും നിരാശയും ആ കാര്യങ്ങളിലുണ്ട്. വളരെ പ്രതികൂലമായൊരു സാഹചര്യത്തിൽ, വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ വെച്ച് ADGP പോലെ സർവാധികാരിയായ ഒരാൾ, RSSൻ്റെ ഏറ്റവും ഉന്നതനായ ഒരാളെ രഹസ്യമായി വന്ന് കാണുന്നു. ആ കാണുന്നത് അതും തൃശ്ശൂരിലാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. തൃശ്ശൂർ നഗരത്തിലെ പൂങ്കുന്നത്തുള്ള പാറമേക്ക വിദ്യാമന്ദിറിലാണ് RSSൻ്റെ പരിപാടികളൊക്കെ പല ഘട്ടങ്ങളിൽ നടക്കുന്നത്. അത്തരത്തിൽ ഒരു വിദ്യാമന്ദിറിൽ നടന്ന RSSൻ്റെ ഒരു ബൈടെക് അത്തരം പരിപാടികളുടെ ഇടയിലാണ് ADGP അജിത് കുമാർ ജയകുമാറുമായി വന്ന് RSSൻ്റെ ഉന്നതനായ നേതാവിനെ കാണുന്നത്. ഇത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക കുറേ ദിവസങ്ങളായി VS സുനിൽകുമാർ പങ്കുവെക്കുന്നു. എന്നാൽ ഇന്ന് VS സുനിൽകുമാർ പറഞ്ഞത് ഈ വന്ന വാർത്ത സത്യമാണെങ്കിൽ അതീവ ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഒരു ഭാഗത്ത് RSS ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ കലങ്ങിയതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഉത്തരവാദിത്തം RSSനാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്കിൽ അപ്പുറത്തെ ഭാഗത്തുള്ളത് ADGP അല്ലേ, അത് സർക്കാരിൻ്റെ ഭാഗമല്ലേ എന്ന് പറയുമ്പോൾ അതിന് ഇപ്പോൾ പ്രതികരിക്കാൻ ആൾ തയ്യാറല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി പോകണം. കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ADGP RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയെ കണ്ടത് എന്തിനാണ്? അത് രാഷ്ട്രീയമായ ഒരു ദൂതായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പക്ഷേ ഒരു ദൂതല്ല, ഒരു സ്വകാര്യ സന്ദർശനം എന്നാണ് ADGPയുടെ വിശദീകരണം.